ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം കൊണ്ടുള്ള റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചിലവ് കുറഞ്ഞ റെസിപ്പിയും കൂടിയാണ്. വിരുന്നുകാരൊക്കെ ഞെട്ടിക്കുക. കുട്ടികൾക്കും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴയത്ത് ചൂടോടെ കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഈ റെസിപ്പി തയ്യാറാക്കാൻ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. മീഡിയം പഴുപ്പിൽ എന്നാൽ മധുരമുള്ള നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. ഒരു നേന്ത്രപ്പഴം 3ആയി കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തിന്നായി കട്ട് ചെയ്യേണ്ട, ഒരു ഇത്തിരി സ്റ്റിക്കായി നിൽക്കണം. അപ്പോൾ ഞാൻ ഒരു അരമൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് ചെറുതായി ചൂടാക്കി എടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനറ്റും വെച്ച് ചെയ്യാം. പക്ഷേ നമുക്ക് വീട്ടിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എന്ന അളവിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സ് വെച്ചിട്ട് പഞ്ചസാരയും ഏലക്കൊക്കെ ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക. കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഓരോ നേന്ത്രപ്പഴം മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ ഇതേപോലെ എല്ലാവിടെ എത്തണ പോലെ ഒന്ന് ആക്കിയെടുക്കുക. പഴം ഒരറ്റത്ത് പിടിച്ചതിന് ശേഷം ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് മുട്ടയുടെ അംശമൊക്കെ വന്നതിന് തേങ്ങ കട്ട കുത്തും. എല്ലാ നേന്ത്രപ്പഴം തേങ്ങയുടെ കോട്ടിങ്ങൊക്കെ പിടിക്കണ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയും കൂടിയാകുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ നല്ലപോലെ മുക്കി പൊരിച്ചെടുക്കേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവൊക്കെ വളരെ കുറച്ച് മതി. പിന്നെ വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം വേണം ഓരോന്ന് വെച്ച് കൊടുക്കാൻ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ മൊരിയിച്ചെടുക്കുക. അപ്പം എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കണം പറയണത് കോട്ടിങ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത്. അത് ഏതൊരു സംഭവം കോട്ടിങ്ങോടെ ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിം ചെയ്തിട്ട് വേണം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ. വളരെ ചിലവ് കുറഞ്ഞ റെസിപ്പിയും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയും കുട്ടികൾക്കും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോസുമായിട്ട് വരാം.